ഇപ്പൊ നമ്മൾ ഈ അടുത്തിറങ്ങിയ സർവമായ മൂവിയിലെ ഡെലൂലു ആ ടൈപ്പ് ആണോ, അതോ ഫസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ലാസ്റ്റിലൊരു നന്മമരാവുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സങ്കടമൊക്കെ തോന്നുക, അങ്ങനെ ഒരു രീതിയിലാണ് ലാസ്റ്റിലേക്ക് വരുമ്പോൾ നന്മമരമാവുന്നില്ല. അത് അതിൻ്റെ റിവെഞ്ചിന് നോക്കി പോവുകയാണ്. ബിക്കോസ് എങ്ങനെ അത് റിവെഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് അത് കടന്നു വന്നിരിക്കുന്ന സിറ്റുവേഷൻ. അത് ബേസിക്കലി പാവമാണ്, പക്ഷെ ഓരോ റിവെഞ്ചും അതുപോലെയൊക്കെ തന്നെയാണ് വളരെ അഗ്രസീവായിട്ട് തന്നെയാണ് വരുന്നത്. പണ്ട് ജയറാമന്റെ കാർ എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ വിജയ് ദേവരകൊണ്ടയുടെ ടാക്സി വാല എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു. അതിൽ കാറാണ് പ്രേതം, പക്ഷെ ഇതിൽ കാറ് പ്രേതമല്ല. ആ കാറിലൊരു പ്രസൻസ് ഫീൽ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അത് ആ കാർ ഓൺ ചെയ്തിരുന്ന ആളാണ് എറിക്. അപ്പോൾ ആ കാറിലൊരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ പ്രസൻസ് എന്നും കാറിലും ഉണ്ട് പ്രസൻസ്. ഒരു വീട്ടിലേക്ക് താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലും വരും. പിന്നെ ഇതിനെവിടെ എന്താ സംഭവിച്ചു വെച്ചാൽ അവിടെയും പ്രസൻസ് ഉണ്ടാവും. ഈ 3 സ്ഥലത്താണ് അതിൻ്റെ പ്രസൻസ്. കാറ് സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ പ്രേതത്തിന് റിയാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ കഥ പറഞ്ഞു പോയിരിക്കുന്നത്. അല്ലാതെ പ്രേതമായിട്ട് അങ്ങനെ ഈ കാറ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ക്യാരക്ടർ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. ജൂനിയർ മാൻഡ്രിക്, അപ്പോൾ ഇത് അങ്ങനെ റിലേറ്റഡ് ആണോ? ഇല്ല, ഇതൊരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. ഇതിപ്പോൾ പടം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഇത് ഏതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സ്റ്റോറി ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത്. ചില എലിമെൻസ് ഒക്കെ ഹൊറർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ എലിമെൻസ് ഒക്കെ ചിലപ്പോൾ കയറി വരും. അതല്ലാതെ ഇത് വേറൊരു സ്റ്റൈലിൽ പോകുന്നൊരു സിനിമയാണ്. ഇതിന് വേറെ ലാംഗ്വേജസ് വരുന്നുണ്ടോ? കാരണം നിങ്ങൾ ഓൾറെഡി പറഞ്ഞു ഇതിൽ വേറെ ഫോറിനേഴ്സ് അങ്ങനെ. അല്ല, ഇത് നമുക്ക് ഏത് ഭാഷയിലും ഡബ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. തമിഴിൽ ചെയ്യാം, തെലുങ്കിൽ ചെയ്യാം, കന്നഡത്തിൽ ചെയ്യാം, ഹിന്ദിയിൽ ചെയ്യാം, ഏത് ഭാഷയിലും ചെയ്യാം. ബിക്കോസ് ഇത് ലണ്ടനിലൊക്കെ ആയതുകൊണ്ട് എൻ്റെ വിഷ്വൽസ് ഒക്കെ അങ്ങനെ ആയതുകൊണ്ട്. പിന്നെ ഡയലോഗ്സ് കുറച്ച് കുറവാണ് ഇതിൽ. നമ്മൾ ഒരുപാട് ഡയലോഗൊന്നും ഈ സിനിമയിൽ പറയുന്നില്ല. ചെറിയ ചെറിയ ഡയലോഗുകൾ, ആവശ്യത്തിനുള്ള ഡയലോഗുകൾ, അത്രയേ ഉള്ളൂ. താങ്ക് യു. ആതിര ഭയങ്കര ടെൻഷനിലിരിക്കുന്നു. അപ്പോൾ ആതിര പ്രേതത്തിനെല്ലാം കണ്ട് പേടിച്ചിട്ടുണ്ടോന്ന്? അത് നിങ്ങൾ സിനിമ പ്രേതത്തിനെ കണ്ട് പേടിച്ചോന്ന് വെച്ചാ അല്ല, ഭയങ്കര ടെൻഷനിലിരിക്കുന്നു. അപ്പോൾ പ്രേതത്തിനെ കണ്ട് പേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാ. സിനിമയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. പ്രേതത്തിനെ കണ്ട് പേടിച്ചോന്ന് ചോദിച്ചാൽ നമ്മൾ ഫിലിം ചെയ്യുമ്പില്ലേ, ഒരു മൂവി സെറ്റാണല്ലോ. അപ്പോൾ ഇവർ സെറ്റൊക്കെ ഉണ്ടാക്കുമ്പം കറക്റ്റ് മറ്റേ ആ രീതിയിൽ ആ ലുക്കിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഒന്ന് കയറുമ്പോൾ ജസ്റ്റ് നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന സിനിമ കാണുന്ന പോലെയല്ലോ, എൻ്റെ ഉള്ളിലോട്ടല്ലേ നമ്മൾ ഈ ചവിട്ടി കയറുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ഫീലൊക്കെ ഉണ്ട്, നല്ല രസമാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനി മോർ ക്വസ്റ്റ്യൻസ്? രണ്ട് പാട്ടുണ്ട്. ഒരു പാട്ട് കുറച്ചേ ഉള്ളൂ. പിന്നെ ഒരു പാട്ട് ഇപ്പം അത് ഇറങ്ങിയിട്ടുണ്ട് മനോരമ മ്യൂസിക്കിൽ, അവരാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പം അത് ഈ സിനിമയുടെ ഒരു നട്ഷൽ എന്താണ്, അതിൻ്റെ ഒരു അണ്ടർ കറണ്ട് അത് പറയുന്ന ഒരു പാട്ടാണ്. അത് ഞാൻ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്, അതേ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടെ ഈ സിനിമയിൽ എന്താ വെച്ചാൽ ഇതൊരു പ്രേതത്തിൻ്റെ കഥ. ഈ കാറ് ആളില്ലാതെ ഓടുന്ന കുറേ സീൻസൊക്കെ ഉണ്ട്. അത് ലണ്ടനിൽ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ഗ്രാഫിക്സ് ഒന്നുമല്ല, അതല്ലാതെ നമ്മളത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എല്ലാ ചോദ്യത്തിന് ഉത്തരം. മറക്കാൻ പറ്റാത്ത ഓർമ്മ എന്ന് പറയുന്നത് ഇതിനകത്തൊരു ക്ലൈമാക്സ് എടുക്കുമ്പോൾ ഒരു സീനുണ്ട്. ഒരു കാറ് പോയി ഇടിച്ച് ഒരു ബിൽഡിങ്ങിൽ ഇടിച്ച സീനുണ്ട്. അത് ഈ ട്രെയിലറിലുണ്ട്. ട്രെയിലറിൽ ചെറിയ ഗ്ലിംസ് മാത്രമേ ഉള്ളൂ. അത് പക്ഷേ ഭയങ്കര ഒരു സീനാണ്. ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചാൽ ഡ്രൈവർ ഇരുന്ന വണ്ടി ഓടിക്കുകയായിരുന്നു. അപ്പോൾ ഓടിച്ച് കയറി ഒരു ബിൽഡിങ്ങിലേക്ക് ഇടിക്കുമ്പോൾ മൊത്തം ബിൽഡിംഗ് ആ വണ്ടിയിലേക്ക് ഇടിഞ്ഞു വീഴായിരുന്നു. അപ്പോൾ അത് നമുക്കൊക്കെ ഭയങ്കര പേടിച്ചും, പക്ഷേ സ്റ്റിൽ അത് വിഷ്വലി ഭയങ്കര രസമായി വന്നിട്ടുണ്ട് സിനിമയിൽ ക്ലൈമാക്സ് എടുക്കുമ്പോൾ. അപ്പോൾ അത് ഞങ്ങൾക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത ഓർമ്മയാണ് അല്ലേ സാറിന്? അത് സാറും ഭയങ്കര ടെൻഷൻ അടിച്ചെടുത്ത സീക്വൻസ് ആണ്. ട്രെയിലറിലുണ്ടോ ചെറിയ ഗ്ലിംസ് ഉണ്ട്. അത് പടത്തിലൊരു മെയിൻ സീക്വൻസ് ആണ്. ഒരുപാട് ചാലഞ്ചിങ് സീക്വൻസ് ആയിരുന്നു. അത് ഞങ്ങൾക്കൊക്കെ ഒരു മറക്കാൻ പറ്റാത്ത ഓർമ്മയായിരുന്നു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ആവശ്യം. ഇന്നിപ്പോൾ സിനിമ
ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് തരിക. 6-ാം തീയതി ഇറങ്ങുക, പോയി കാണുക, കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. താങ്ക് യു.